അച്ഛൻ ഇനിയെങ്കിലും എന്നെ ഒന്ന് വിട്ടേക്ക്. ഉപദേശിച്ച് ഉപദ്രവിക്കാതിരുന്നാ മാത്രം മതി. മനുഷ്യ, നിങ്ങളിത് എവിടെ പോവാ? ഓ, ഞാൻ ഇപ്പൊ വരാം. ഈ തുണിയെല്ലാം വിരിച്ചിട്ട് പോയാ മതി. ഞാനിവിടെ സീരിയൽ കണ്ടോണ്ടിരിക്കല്ലേ. അവളുടെ ഒരു സീരിയല്. എന്തെങ്കിലും പറഞ്ഞ ഉടൻ ഇറങ്ങി പൊക്കോണം. പുല്ലി കല്യാണം കഴിക്കണ്ടായിരുന്നു. നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ആ അളിയാ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. നീ സാധനമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് ഞാൻ വാങ്ങിച്ചെന്ന കമ്മല് അത് പോയാ? ഓ, അതൊക്കെ പണയത്തിലാന്നേ. മോളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി കൊണ്ടുവച്ചു. വേറെ 10 മാല ഞാൻ വാങ്ങിച്ചു തരാം, നീ വിഷമിക്കണ്ടേ. ഇങ്ങനൊരു സാധനം ഇവിടെ കിടപ്പുണ്ടായിരുന്നു. പുള്ളിയുടെ ബന്ധുക്കളാരും വന്നില്ലേ സുലോചന? ഇല്ല ഡോക്ടറെ. ഇതെവിടെ നീ കേക്കുന്നു? ഇവിടെ തന്നെ ഉണ്ട്. സെറ്റപ്പ് ആയിരിക്കും. ചിലപ്പോ ഭാര്യയായിരിക്കും. ഓ, കഴിഞ്ഞു. ഇത് BP ഹോസ്പിറ്റലിൽ നിന്നാ. നിങ്ങൾ ഭാര്യയാണെന്ന് മനസ്സിലായി. പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ ആഗ്രഹിച്ച പോലൊന്നും സംഭവിച്ചിട്ടില്ല. ഹരി എന്നല്ലേ പേര് പറഞ്ഞത്? ലുക്ക് ഹരി, എന്റെ ഒരു പ്രത്യേകതരം ചികിത്സാ രീതി കൊണ്ട് നിങ്ങളെ ഞാൻ രക്ഷിച്ചിരിക്കുകയാണ്. താങ്കൾ ഇപ്പോൾ തികച്ചും നോർമലായ ഒരു വ്യക്തിയാണ്. എന്നെ ഇപ്പോൾ ഒരു മിനിറ്റ്. പേടിക്കണ്ട, പ്രഷറിന്റെ തലയ്ക്ക് ഇഞ്ചുറി ഉള്ളതുകൊണ്ട് ഹരിയുടെ ഓർമ്മ വരച്ചു വയ്ക്കാൻ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. എല്ലാത്തിനും ആൻസർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. താങ്കളുടെ വൈഫിന്റെ പേര്? അർച്ചന. അർച്ചന MS. കുട്ടികൾ ഇല്ല. അമ്മായിയുടെ പേര്? ഞാൻ ഓഫീസിലാണ് മുത്തേ, ഒരു ക്ലയന്റ് മീറ്റിങ്ങിന് കയറാൻ പോവേ. ഞാനില്ലാതെ ഇവിടെ ഒന്നും ശരിയാവില്ല. ഹരി, എന്തു പറ്റി ഹരി? വാ തുറന്ന് പറ, എന്താ പറ്റിയേ? നിങ്ങളാരാ? റൂം മാറിപ്പോയതാണോ? നിങ്ങൾ എന്താ ഒരു പരിചയമില്ലാത്ത പോലെ നോക്കുന്നേ? നിങ്ങളൊന്ന് ഇറങ്ങിപ്പോയേ. ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരട്ടെ. ഞായറാഴ്ച നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അവിടെ വലിയ തിരക്കൊന്നുമില്ല. ഡോക്ടർ ഇരിക്കൂ, മടിക്കാതെ ഇരിക്കുന്നേ. ഡോക്ടർ, ഞാൻ മനസ്സിലായി. അർച്ചന MS അല്ലേ? അല്ല ഡോക്ടർ, ഞാൻ അർച്ചന KP ആണ്. ആക്സിഡന്റ് ആയി വന്ന ഹരിയുടെ. ഹരിക്ക് ഇപ്പൊ എന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഡോക്ടർ. ഹരിയുടെ അച്ഛന്റെ പേരെന്താണ്? ഗോപാലകൃഷ്ണൻ. അതെ, കറക്റ്റാണല്ലോ. അമ്മയുടെ പേര്? രുക്മിണി. ഇതൊക്കെയാണല്ലോ. ഹരിക്ക് ശിവൻ എന്നൊരു ഫ്രണ്ട് ഉണ്ടോ? ആ, എന്റെ അറിവിൽ ഹരിക്ക് ആ ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നാ കേട്ടിട്ടുള്ളത്. എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. പുള്ളിയെ ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആ, എന്താ ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. സോറി, അറിയാതെ വന്നുപോയതാ. നിങ്ങൾ പറയുന്നതും ഹരി പറയുന്ന ഡീറ്റെയിൽസും വെച്ച് നോക്കുമ്പോൾ എല്ലാം മാച്ചാവുന്നുണ്ട്, ഒന്നൊഴികെ. നിങ്ങളുടെ പേരിൻ്റെ സർനെയിം, അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ പേഷ്യൻ്റെ ഒന്ന് നോക്കട്ടെ. അത് ചിലപ്പോ ഇനീഷ്യൽ തെറ്റിപ്പോയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസിൽ ഒന്നെങ്കിൽ തെറ്റണ്ടേ? മാത്രമല്ല ഹരിക്ക് നിങ്ങളെ അങ്ങോട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും ഡോക്ടർ? നമുക്ക് വെയിറ്റ് ചെയ്യാം, ഹരിയുടെ ഫ്രണ്ട് വരട്ടെ. ശരി ഡോക്ടർ. ദേ പുള്ളി എത്തി.
ഡോക്ടർ, ഞാൻ ഹരിയുടെ ഫ്രണ്ട് ശിവൻ. ആ വരും. ഹരിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഐ മീൻ മാനസികമായി? ആ നിങ്ങൾ വെക്കൂ. തുറന്നു പറയൂ മിസ്റ്റർ ശിവൻ, താങ്കൾക്ക് മാത്രം ഇപ്പോൾ ഹരി രക്ഷിക്കാൻ കഴിയൂ. അവൻ തികച്ചും നോർമലാ ഡോക്ടർ. അവന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഒഴികെ. മാമൻ ചത്ത ഉടനെ നമ്മുടെ കല്യാണം. കുറച്ചുകൂടെ വ്യക്തമായി പറയൂ മിസ്റ്റർ ശിവൻ. അവന്റെ കാര്യം പറഞ്ഞാൽ ആർക്കും വിശ്വാസം വരില്ല ഡോക്ടർ. കേൾക്കുന്നവർക്ക് 100 സംശയങ്ങളും വരാം. എല്ലാത്തിനും ഉത്തരവുമില്ല. നിങ്ങൾ വളച്ചിട്ടില്ലാതെ പറ, ഇതൊരു ഷോർട്ട് ഫിലിം അല്ലേ? വാ അങ്ങോട്ടിരിക്കാം. ഡോക്ടർ, അവന് 10 വയസ്സ് പ്രായം. നാട്ടിലെ സുന്ദരിയായ ഒരു ചേച്ചിയോട് അവന് ഇഷ്ടം തോന്നി തുടങ്ങിയ കാലം. ആ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും അവരുടെ പുറകെ ആയിരുന്നു. ചേച്ചി എന്ന് പറയുമ്പോൾ ഏതാണ്ട് അവനേക്കാൾ ഒരു 10-20 വയസ്സ് മൂപ്പ് പ്രായം കാണും. ഞാനും ഇക്കാര്യത്തിൽ അവനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷേ അവൻ ആ കാര്യത്തിൽ ഭയങ്കര സീരിയസ് ആണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞ്. അവൻ കോളേജിൽ പഠിക്കുന്ന കാലത്തായിരുന്നു ആ ചേച്ചിയുടെ കല്യാണം. അവരുടെ കല്യാണത്തിൻ്റെ അതേ ദിവസം തന്നെ ഇവൻ കക്കൂസിൽ തലയിടിച്ച് വീണു. 4 ദിവസം കഴിഞ്ഞ് അവന് ബോധം തിരിച്ചു കിട്ടാൻ. പക്ഷെ അവൻ ആരെയും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല, അർച്ചന എന്നൊരു പേരൊഴികെ. പിന്നെ കുറേ ട്രീറ്റ്മെൻ്റൊക്കെ നടത്തി. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അർച്ചന എന്നു പേരുള്ള പെണ്ണിനെ തന്നെ തപ്പിപ്പിടിച്ച് കല്യാണവും നടത്തി. കുട്ടികളില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. വണ്ടർഫുൾ, വെരി ഇൻട്രസ്റ്റിംഗ്. ശിവൻ ഒരു കാര്യം ചെയ്യും, എന്താ? അവരെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാനുള്ള ഏർപ്പാടി. ഓക്കെ ഡോക്ടർ, നമുക്ക് try ശരിയാട്ടെ. ശരിയാവും. கொஞ்சம் பூரணமே வா. കണ്ണു തുറക്ക് ഹരി. ഹരിക്കുട്ടൻ്റെ ചക്കരയല്ലേ വിളിക്കുന്നത്? கொஞ்சம் கேழிசையே பஞ்சவர்ண பூதம் நெஞ்சம் நிறையுதே காண்பதெல்லாம் காதலடி. ഹരിക്കുട്ടൻ്റെ ചക്കരയല്ലേ? ഡേയ്, ഈ 69 വയസ്സുള്ള കിളവിയാണ് നീ ഇത്ര നാളെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത്. കിളവി നിന്റെ. ഡേ, ഇതാണ് നിന്റെ ഭാര്യ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പച്ചത്തൻ പാടിയ പാട്ട് നീ കേട്ടോ, താങ്ക് യു. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റേത്. അകത്ത് എഴുതിയിട്ട് കുഴിച്ചിടൂ.